ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പം നല്ല അടിപൊളിയായിട്ടൊരു അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കാനായിട്ട് ആദ്യം പച്ചരി വെള്ളത്തിൽ അതിനായിട്ട് ഈ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പച്ചരിയാണ്. ഇതൊരു 4 മണിക്കൂർ 5 മണിക്കൂർ ഞങ്ങളുടെ വീട്ടിൽ ആൾ കുറവായത് നമ്മളിത് രാവിലെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പച്ചരി എടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാർ കുറവായതുകൊണ്ട് ഞങ്ങൾ 2.5 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. ഇത് റേഷൻ കടയിൽ നിന്ന് മേടിച്ച പച്ചരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് ആദ്യം 2 പ്രാവശ്യം നന്നായി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നിറച്ച് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 4-5 മണിക്കൂർ ഇതേപോലെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ നന്നായി ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചരി ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രി 9 മണിക്ക് ശേഷമാണ് ഞാനിത് അരച്ച് വെക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ക്യാമറയ്ക്ക് ഒരു ക്ലിയർ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം പച്ചരി നമ്മൾ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനും ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ആദ്യം നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, എന്നാലാണ് നമ്മുടെ അപ്പം നന്നായി കിട്ടുള്ളൂ. ഇനി നമ്മൾ ആ ജാറിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പിലൊരു കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തമ്പിലേയും കണ്ടുണ്ടാവില്ലേ, അപ്പം ഒരു ഐഡിയയും കൂടി ഇതിൽ ഞാൻ പറയുന്നുണ്ട് നല്ല അപ്പം കിട്ടാനായിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ആദ്യത്തെ തേങ്ങ വെള്ളം ഇല്ലേ, ആ വെള്ളം കൂടി നമ്മൾ ഇതിൽ ഈ ഒപ്പം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പത്തിന് ഒന്നും കൂടി നല്ലൊരു സോഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരു പൊടിക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 8 മണിക്കൂറോളം ഇതിങ്ങനെ ഇരുന്നാലാണ് നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു 8 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ ഇതാ ഓവർനൈറ്റ് മൊത്തം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അത് നോക്കുമ്പോൾ നന്നായി മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ നേരത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം.
ഇനി നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തവി നിറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 4 വശം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ടൊരു മൂടി വെച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മറിച്ചിടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതാ കൈ കൊണ്ട് തന്നെ നല്ല എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കടയിലത്തെ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.